ഇറ്റ്സ് മീ സുഹൈൽ. വെൽക്കം ടു മൈ ചാനൽ MSP ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ലോഗോ മേക്കപ്പ് ഫയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ലോഗോ ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു മേക്കപ്പ് ഫയൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ ഓൾറെഡി ഒരു മേക്കപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ലെയറായിട്ട് നമുക്ക് എഡിറ്റബിൾ ആയിട്ടാണ് വരിക. ഇതിൽ എല്ലാ ലെയേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോഗോ ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ ലോഗോ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ലോഗോ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇല്ലുസ്ട്രേറ്ററിൽ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലോഗോ നമ്മൾ EPS അല്ലെങ്കിൽ PNG ആയിട്ട് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇത് Ctrl+A കൊടുത്ത് ഒന്നിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫയലിൽ പോയിട്ട് സേവാസോ കൊടുത്തിട്ട് നമ്മളത് EPS ആയിട്ട് സേവ് ചെയ്യുക. ഇതിലിപ്പോൾ ഒരുപാട് ഫയലുണ്ട്, ഞാൻ വർക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് EPS ആയിട്ട് ജസ്റ്റ് നമ്പർ 1 കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്തു. എൻ്റർ കൊടുക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്കിത് PNG ആയിട്ടും സേവ് ചെയ്യാം. നമ്മൾ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഫയൽ ഓപ്ഷനിൽ സേവ് ആസ് എ PNG കൊടുക്കാം. നമുക്ക് നല്ല ഹൈ റെസൊല്യൂഷൻ കിട്ടുക നമുക്ക് EPS ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ പോയിട്ട് നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് ആ ലോഗോ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യണം. നമ്മൾ Ctrl+O കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ അത് സേവ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് പോയി എടുത്തു. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 ഓക്കെ, അതെടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്, നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ലോഗോ ജസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ല ജസ്റ്റ് നമ്മൾ ഒരു ലോഗോ മേക്കപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നന്നായിരിക്കും. അതുപോലെ തന്നെ റെസൊല്യൂഷൻ 300 കീപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. നല്ല സൈസ് ആയതുകൊണ്ടാണ് ഇതിനെ ലോഡായി വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ EPS അല്ലെങ്കിൽ PNG അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മൾ ഇവിടെ 3 ലെയർ കാണുന്നുണ്ടോ? ഇതിൽ നമ്മൾ യുവർ ലോഗോ എന്ന് കാണുന്നിടത്ത് ഇവിടെ ഒരു ഐക്കൺ പോലെ കാണുന്നത് കണ്ടോ? അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ലോഗോ മേക്കപ്പ്. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ലോഗോ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ താഴെ ഉണ്ടായിരുന്ന ലെയർ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് സേവ് ആവുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റിംഗ് ആയിരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റായിട്ട് മെർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ ഫയലിൽ ഒരുപാട് സ്റ്റൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ എന്ത് ഭംഗിയുണ്ട്, കാരണം നമുക്കൊരു ലോഗോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം പ്രസൻറ്റ് ചെയ്യാൻ. നമുക്കൊന്ന് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും അട്രാക്റ്റീവായിട്ട് കിട്ടും. കാരണം നമ്മൾ ലോഗോ എപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ചെറുതായിട്ട് കാണുമ്പോഴേ എപ്പോഴും ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്തു. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. ഒന്നുകൂടെ എൻ്റർ അടിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ സേവ് ചെയ്യുക. അപ്പോൾ ഇത് അപ്ഡേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നല്ല സൈസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ
ലോഗോ പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ലോഗോ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, നമുക്ക് 3D എഫക്റ്റ് ഉണ്ട്, 2D എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പല സ്റ്റൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇനി അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാനിതാണ് യൂസ് ചെയ്യാറ്. 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് രണ്ടും ഒരേ കമ്പനിയുടെയാണ്, ഒരേ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് PSD ഫയലുകളാണ്, നമുക്ക് വേണ്ട ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അവർ അപ്ഡേറ്റ് വന്നതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഒരുപാടുണ്ട്. ഡയറി, അതേപോലെ തന്നെ കോഫി മഗ്, പിന്നെ പോപ്പുലറിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് അവരുടെ പോപ്പുലറായിട്ട് നിൽക്കുന്ന കുറച്ച് മേക്കപ്പ് ഫയലുകൾ നമുക്ക് കാണിച്ചു തരും. ഇതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലോഗോ മേക്കപ്പ്, ഈ കാണുന്ന അഡിഡാഷിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. ഇതിൽ ലോഗോ മേക്കപ്പ്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് മേക്കപ്പ്, ടെംപ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഡൗൺലോഡ് ചെയ്യാൻ. നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ലെയർ PSD ആണ്, 36 MB സൈസ്. ഇത് ഫോട്ടോഷോപ്പ് CS4 നമുക്ക് സപ്പോർട്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസ് ഇങ്ങനെ വരും. അതിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് I want this അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ മെയിൽ ID കൊടുക്കുക. ജസ്റ്റ് ഗെറ്റ്. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ജസ്റ്റ് വ്യൂ കണ്ടൻറ്റ്. ഓക്കെ, ഡൗൺലോഡ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി വേറെ സൈറ്റ് ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിലോട്ട് പോകും. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട് മേക്കപ്പ്. ഇതിൻ്റെ ഓൾ ഫ്രീ ആയിട്ടുള്ള മേക്കപ്പ്സാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, വെബ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ റെസ്യൂം ടെംപ്ലേറ്റ്, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടീഷർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡിവൈസസ്, പാക്കിങ്, അതുപോലെ ഒരുപാടുണ്ട്. സ്റ്റേഷനറി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. പ്രോഡക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നമ്മുടെ ലോഗോ പ്രസൻറ്റ് ചെയ്യാൻ അനുസരിച്ചിട്ട് ചിലത് നമുക്ക് 2D ആയിരിക്കാം, ചിലത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാഗുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ. അതിൽ ഒരുപാട് ടാഗുകളുണ്ട്. മെനു, ലോഗോ, അതേപോലെ തന്നെ മൊബൈൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ലോഗോ മേക്കപ്പ് ഉണ്ട്. ലോഗോ മേക്കപ്പ് നോക്കാം നമുക്ക്. ലോഗോ മേക്കപ്പിൽ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളാണിത്. ഡൗൺലോഡ് കൊടുക്കുക. താങ്ക്സ് ഫോർ ഡൗൺലോഡിങ്, സ്റ്റാർട്ട് ഇൻ 8 seconds. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗൺലോഡായിട്ട് കിട്ടും. ഡൗൺലോഡ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ അടുത്തത് ഇത് സിമിലർ ആണ്, എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്ത പോലെ തന്നെ
സെയിമാണ്. ഇത് രണ്ടും ഒരു കമ്പനിയുടെ തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചില ലിങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് പോകും. അപ്പോൾ ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഡൗൺലോഡ്സിലാണ് ഇട്ടിട്ടുള്ളത്. ഈ 2 എണ്ണമാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അൺസിപ്പ് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ചെയ്യുക. ഇത് എക്സ്ട്രാക്റ്റ് ആവുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഫോൾഡറായിട്ട് ഡൗൺലോഡ്സിൽ വേറെ പോയി കിടക്കുന്നുണ്ട്. ഇവിടെ 3D ലെയർ, 3D സിൽവർ, അതേപോലെ തന്നെ ഇതിലും ഫോട്ടോഷോപ്പിൻ്റെ ഫയൽ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.